ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു, സെപ്റ്റംബർ മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ധാരാളം ഓഫേഴ്സ് എല്ലാം വരാൻ പോകുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. അപ്പോൾ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ടോപ്പ് 10 സെയിൽസ് നടന്നിട്ടുള്ള 2-വീലർ EV സെഗ്മെൻറ്റിലെ വണ്ടികളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ആ വീഡിയോ പോകുന്ന മുന്നേ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അധികം കാര്യമായ സെയിൽസ് നടക്കാത്തൊരു മാസമാണ് ഓഗസ്റ്റ് മാസം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ സെയിൽ നടന്നത് 88,452 വണ്ടികൾ മാത്രം സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ മന്ത് ഓൺ മന്ത് കമ്പയർ ആണെങ്കിൽ -17% ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 41% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായ ഒരു റിഡക്ഷനാണ് മന്ത് ഓൺ മന്തിൻ്റെ ഫിഗേഴ്സിൽ വന്നിട്ടുള്ളത്. അടുത്ത നമുക്ക് ടോപ്പ് 10 നമുക്ക് നോക്കാം. അപ്പോൾ 10ാം സ്ഥാനം നിൽക്കുന്നത് റിവോൾട്ട് മോട്ടോഴ്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് മാസം അവർ 8ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആക്ച്വലി 10ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 868 വണ്ടികളാണ്. നേരെ മറിച്ച് ഓഗസ്റ്റ് മാസത്തിൽ 721 വണ്ടികൾ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 16% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 49.5% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ 9ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ജോയ് ഇ ബൈക്കാണ് 9ാം സ്ഥാനം നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 852 വണ്ടികളാണ്. ഓഗസ്റ്റ് മാസം ആയപ്പോൾ 734 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ -13.8 ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ +44.7 ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ 8ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ബൗൺസ് ഇൻഫിനിറ്റിയുടെ വണ്ടിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ടോപ്പ് 10 ലിസ്റ്റ് വരാത്തൊരു വണ്ടിയാണ് ബൗൺസ് ഇൻഫിനിറ്റി. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 667 വണ്ടികളാണ്. ഓഗസ്റ്റ് മാസം ആയപ്പോൾ 791 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ +18.5 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 442% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അടുത്ത 7ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ബിഗോസ് ഓട്ടോസ് ആണ് 7ാം സ്ഥാനം നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം റിപ്പോർട്ട് 7ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കമ്പനിയാണ്. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1792 വണ്ടികളാണ്. ഓഗസ്റ്റ് മാസം ആയപ്പോൾ 1110 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ -38% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ +25% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അടുത്ത 6ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഗ്രീവ്സ് മോട്ടോഴ്സ് ആണ് 6ാം സ്ഥാനം നിൽക്കുന്നത്. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 3154 വണ്ടികളാണ്. ഓഗസ്റ്റ് മാസം ആയപ്പോൾ 2816 കുറയുകയും ചെയ്തു. മന്ത് ഓൺ മന്ത് ആണെങ്കിൽ -10.7 ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ -0.1 ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. അവർ കഴിഞ്ഞ മാസം 6ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കമ്പനിയാണ് ഗ്രീവ്സ് മോട്ടോഴ്സ്. അടുത്ത 5ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഹീറോ വിഡയാണ് 5ാം സ്ഥാനം നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 5ാം സ്ഥാനം തുടങ്ങുന്ന വണ്ടിയാണ് ഹീറോ വിഡ. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 5044 വണ്ടികളാണ്. ഓഗസ്റ്റ് മാസം ആയപ്പോൾ 4742 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ -5.9 ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 426% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി ടോപ്പ് 4 ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ 4ാം സ്ഥാനം നിൽക്കുന്നത് ഏതർ എനർജിയാണ്. കഴിഞ്ഞ മാസം അവർ 4ാം സ്ഥാനത്ത് ഏതർ തന്നെയായിരുന്നു. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 10,080 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഓഗസ്റ്റ് ആയപ്പോൾ 10,829 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ +7.4% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 58.4% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 3 ആണ്. ആക്ച്വലി ഇവിടെ ഒരു ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന ഒരു പൊസിഷനാണ് 3ാം സ്ഥാനം. ആക്ച്വലി TVSഉം ബജാജുമായിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും 3ാം സ്ഥാനത്തെ ഫിഗേഴ്സ് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, അതായത് ഓഗസ്റ്റ് മാസം സെയിൽസ് ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജാണ് 3ാം സ്ഥാനം നിൽക്കുന്നത്. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 17,642 വണ്ടിയും ഓഗസ്റ്റ് മാസം ആയപ്പോൾ 16,699 കുറയുകയും ചെയ്തു. ആ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ -5.3% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ +170.7% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ 2ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ TVS ആണ് 2ാം സ്ഥാനം നിൽക്കുന്നത്. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 19,471 വണ്ടികളാണ്. നേരെ മറിച്ച് ഓഗസ്റ്റ് ആയപ്പം 17,541 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ -9.9% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 20.2% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ടോപ്പ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം ഓല തന്നെയാണ്. അതിലൊരു മാറ്റം വന്നിട്ടില്ല. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 41,597 വണ്ടികളാണ്. നേരെ മറിച്ച് ഓഗസ്റ്റ് ആയപ്പോൾ 27,506 വല്ലാതെ കുറയുകയും ചെയ്തു. ഇപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ -33.8% ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 58.1 പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 33.8 ഒരു നെഗറ്റീവ് ഡിപ്രിസിയേഷൻ ഓലയുടെ ഭാഗത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ TVSന്റെ കേസിലും ഗ്രോത്ത് ഇല്ല, ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ TVS എനിക്കൊന്ന് അടുത്ത മാസം മേ ബി 3rd പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാണുന്നത്. കാരണം വേറെ ഒന്നല്ല, ബജാജിൻ്റെ വണ്ടിയുടെ എല്ലാം റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ചാനൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബജാജിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം സെയിൽസ് ഫിഗേഴ്സിൽ മേ ബി 3ാം സ്ഥാനത്തേക്ക് TVS വരാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ബജാജ് 2ാം സ്ഥാനത്തേക്ക് കയറാൻ ചാൻസ് കൂടുതലുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, BLDC മോട്ടോഴ്സ് വെച്ച് വണ്ടികൾ മാത്രമേ TVSനുള്ളൂ. നേരെ മറിച്ച് ബജാജിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് PMSM മോട്ടറാണ് വരുന്നത്. അതായത് ബേസ് വേരിയൻ്റ് ആയപ്പോലും PMSM മിഡ് റേ മോട്ടർ വരുന്നുണ്ട്, സൈഡ് മൗണ്ടഡ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ധാരാളം ബുക്കിംഗ്സ് ആണ് ബജാജിൻ്റെ കേസ് വന്നിട്ടുള്ളത്. അത് കൂടാതെ അധികം പുതിയ പുതിയ വണ്ടികളും ബജാജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും
അടുത്ത മാസം സെയിൽസ് റിപ്പോർട്ടിൽ മേ ബി ബജാജ് വന്നിട്ട് സെക്കൻഡ് പൊസിഷൻ വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത നമുക്ക് വേറെ കുറച്ച് കമ്പനിയുടെ കേസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സിമ്പിൾ വണ്ടിൻ്റെ കേസാണ്. അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചു 36 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഓഗസ്റ്റ് ആയപ്പോൾ 18 കുറയുകയും ചെയ്തു. ആ മന്ത് ഓൺ മന്ത് ആണെങ്കിൽ -50% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. അടുത്ത റിവർ ഇന്ത്യയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 173 വണ്ടികളാണ്. ഓഗസ്റ്റ് മാസം ആയപ്പോൾ 246 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 42.1% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത ടോർക്ക് മോട്ടോഴ്സിന് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 16 വണ്ടികളും ഓഗസ്റ്റ് മാസം ആയപ്പോൾ 9 വണ്ടികളാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ -43.7% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ഓപ്പൺ റോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 71 വണ്ടിയാണ്. നേരെ മറിച്ച് ഓഗസ്റ്റ് ആയപ്പോൾ 119 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത് 67.6% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഗ്രോത്താണ് ഈ കേസ് കാണിക്കുന്നത്. അടുത്ത അൾട്രാ വയലറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 42 വണ്ടികളും ഓഗസ്റ്റ് മാസം ആയപ്പോൾ 44 കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ -8% ഡിപ്രിസിയേഷനാണ് അൾട്രാ വയലറ്റ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഓപ്പൺ റോഡിൻ്റെ ഗ്രോത്ത് ആണ്. കാരണം ജൂലൈ മാസം 71 ഓഗസ്റ്റ് 119, അപ്പോൾ 67.6 ഗ്രോത്ത് ആണ് ഓപ്പൺ റോഡിൻ്റെ കേസിൽ കാണിക്കുന്നത്. ഇനി പറയാൻ പറ്റത്തില്ല, ഓലയുടെ ബൈക്സ് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബൈക്ക് സെഗ്മെന്റിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓലയുടെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം ബുക്കിംഗ്സ് വരാൻ ചാൻസ് ഉള്ള കമ്പനിയാണ് ഓല. അപ്പോൾ നമുക്ക് എന്തായാലും വരാൻ പോകുന്ന മാസങ്ങളിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും എല്ലാ കമ്പനികളും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വണ്ടികളുടെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ മാസം വന്നിട്ട് ഫെസ്റ്റിവൽ സീസൺ ആണ്. അപ്പോൾ ധാരാളം ബുക്കിംഗ്സും അതുപോലെ ധാരാളം ഓഫേഴ്സ് വരാനുള്ള ചാൻസ് ഉള്ള ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. അപ്പോൾ എന്തായാലും നമുക്ക് വരാൻ പോകുന്ന മാസത്തിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അട്രാക്റ്റീവ് ഫിഗേഴ്സ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. ഇപ്പോൾ ധാരാളം EV സെഗ്മെന്റ് ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ബാക്ക് ടു ബാക്ക് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.